ഹലോ. മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 1944 ഓഗസ്റ്റ് 20 മുംബൈയിലായിരുന്നു രാജീവ് ഗാന്ധിയുടെ ജനനം. 1984 മുതൽ 1989 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഒരു ഇന്ത്യൻ രാഷ്ട്രതന്ത്രജ്ഞനും പൈലറ്റുമായിരുന്നു രാജീവ് ഗാന്ധി. അമ്മയും അന്നത്തെ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം രാജീവ് ഗാന്ധി അധികാരമേറ്റെടുത്തു. 40 വയസ്സുള്ളപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി. 1989 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതുവരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 1990 ഡിസംബറിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി. സ്വന്തം വധത്തിന് 6 മാസം മുമ്പ് രാജിവെച്ചു. സോണിയാഗാന്ധിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് മക്കൾ. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും മൂത്ത പുത്രനായിരുന്നു രാജീവ് ഗാന്ധി. സഞ്ജയ് ഗാന്ധിയായിരുന്നു ഇളയ സഹോദരൻ. 1951 രാജീവിനെയും ഇളയ സഹോദരൻ സഞ്ജയിനെയും ശിവനികേതൻ സ്കൂളിൽ ചേർത്തു. രാജീവ് ഗാന്ധി പൊതുവെ ലജ്ജാശീലനും അന്തർമുഖനുമായിരുന്നു. ചിത്രകലയും ചിത്രരചനയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലും ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലുമായി പഠനം നടത്തിയെങ്കിലും ബിരുദം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കേംബ്രിഡ്ജിലെ പഠന സമയത്ത് പരിചയപ്പെട്ട ഇറ്റാലിയൻ വംശജയായ സോണിയ മൈനോ എന്ന പെൺകുട്ടിയെ പിന്നീട് വിവാഹം കഴിച്ചു. പിന്നീട് ഇന്ത്യൻ എയർലൈൻസിൽ വൈമാനികനായി ഉദ്യോഗത്തിൽ ചേർന്നു. നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയത്തിൽ രാജീവ് തീരെ തൽപരനായിരുന്നില്ല. എന്നാൽ സഞ്ജയ് ഗാന്ധിയുടെ മരണത്തോടെ രാജീവ് പൊതുരംഗത്തേക്ക് വരികയുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെ രാജീവിനെ കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തു. 1984 പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജീവ് അധികാരത്തിലെത്തിച്ചു. മത്സരിച്ച 491-ൽ 404 സീറ്റുകൾ കരസ്ഥമാക്കിയാണ് അത്തവണ കോൺഗ്രസ് വിജയിച്ചത്. രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒട്ടനവധി നവീന പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്തും ആശയവിനിമയ സാങ്കേതിക വിദ്യാരംഗത്തുമെല്ലാം പുതിയ ആശയങ്ങൾ നടപ്പിലാക്കി. അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും രാജീവ് ശ്രദ്ധിച്ചു. അയൽ രാജ്യങ്ങളായ മാലിദ്വീപിലും ശ്രീലങ്കയിലും ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടത് രാജീവിന്റെ നേതൃത്വത്തിലാണ്. 1987 ബോഫോഴ്സ് വിവാദം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി. 1991 പൊതു തിരഞ്ഞെടുപ്പ് വരെ രാജീവ് കോൺഗ്രസ് പ്രസിഡന്റായി തുടർന്നു. 1991 പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTT തീവ്രവാദികളാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. 1984 മുതൽ 1989 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വച്ചുള്ള ബോംബ് ആക്രമണത്തിൽ വെച്ചായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടത്. 40ാം വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചു. 1980 സഹോദരൻ സഞ്ജയ് വിമാന അപകടത്തിൽ മരിച്ചതിന് ശേഷം അമ്മയുടെ നിർദ്ദേശപ്രകാരം രാജീവ് ഗാന്ധി മനസ്സില്ലാ മനസ്സോടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അടുത്ത വർഷം അദ്ദേഹം സഹോദരന്റെ പാർലമെന്റ് സീറ്റായ അമേത്തിയിൽ വിജയിക്കുകയും ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായ ലോക്സഭയിൽ അംഗമാവുകയും ചെയ്തു. രാഷ്ട്രീയ വളർച്ചയുടെ ഭാഗമായി രാജീവ് കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു. 1982 ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് കാര്യമായ ഉത്തരവാദിത്തം നൽകുകയും ചെയ്തു. 1984 ഒക്ടോബർ 31 രാവിലെ സിഖ് വിഘടനവാദി പ്രവർത്തകരെ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇന്ത്യൻ സൈനിക നടപടിയായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ഇന്ദിരാഗാന്ധി, അതായത് രാജീവ് ഗാന്ധിയുടെ അമ്മ, അവരുടെ 2 സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. 1991 തിരഞ്ഞെടുപ്പ് വരെ രാജീവ് ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി തുടർന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTയുടെ ഒരു ചാവേർ ബോംബ് ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. 1991 ഇന്ത്യൻ സർക്കാർ ഗാന്ധിക്ക് മരണാനന്തരം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു. 2009 ഇന്ത്യ ലീഡർഷിപ്പ് കോൺക്ലേവിൽ റെവല്യൂഷണറി ലീഡർ ഓഫ് മോഡേൺ ഇന്ത്യ അവാർഡ് മരണാനന്തരം രാജീവ് ഗാന്ധിക്ക് സമ്മാനിച്ചു.